നമസ്കാരം, ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഒരേ വ്യാപാര ദിവസത്തിനുള്ള സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് വിപണിയിലെ വില വ്യതിയാനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രേഡർമാർ അവരുടെ ഇടപാടുകൾ ഒരേ ദിവസം തന്നെ ആരംഭിച്ച് അവസാനിപ്പിക്കുന്നു. ഇതിനായി വിപണിയെക്കുറിച്ചും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും വ്യക്തമായ ധാരണ ആവശ്യമാണ്. കാരണം ട്രേഡുകൾ നടത്തുന്നതിന് ഹ്രസ്വകാല ട്രെൻഡുകളും പാറ്റേണുകളും തിരിച്ചറിയേണ്ടതുണ്ട്. കൂടാതെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനും വിപണിയിലെ മാറ്റങ്ങളോട് ഉടനടി പ്രതികരിക്കാനും ഇവർക്ക് കഴിയണം. ഇൻട്രാഡേ ട്രേഡിംഗിൽ ഉയർന്ന റിസ്ക് ഉള്ളതിനാൽ ഇതിന് വിപണിയെക്കുറിച്ച് നല്ല അറിവുള്ള പരിചയസമ്പന്നരായ ഒരു ട്രേഡറും കൃത്യമായി തയ്യാറാക്കിയ ട്രേഡിംഗ് പ്ലാനും ആവശ്യമാണ്. ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ട്രേഡർമാർ പലപ്പോഴും ലിവറേജ് ഉപയോഗിക്കാറുണ്ട്. ഇത് വലിയ ലാഭത്തിനോ അല്ലെങ്കിൽ വലിയ നഷ്ടത്തിനോ കാരണമായേക്കാം. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം? വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇൻട്രാഡേ ട്രേഡിംഗിനുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കാം. ആദ്യത്തേത് ലിക്വിഡ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യത്തെ വഴി. വിപണിയിൽ ഒരു ഓഹരി എത്ര എളുപ്പത്തിൽ വാങ്ങാനോ വിൽക്കാനോ കഴിയുന്നു എന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ലിക്വിഡിറ്റി ഉള്ളവ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. ലിക്വിഡിറ്റി കൂടുതലുള്ള സ്റ്റോക്കുകളിൽ വ്യാപാരം നടത്തുന്നത് വഴി വലിയ നഷ്ടങ്ങളില്ലാതെ വേഗത്തിൽ ഇടപാടുകൾ പൂർത്തിയാക്കാൻ ട്രേഡർമാർക്ക് സാധിക്കും. ലിക്വിഡിറ്റി കുറഞ്ഞ ഓഹരികൾ വേഗത്തിൽ വിൽക്കാൻ പ്രയാസമായിരിക്കും. കൂടാതെ അവയുടെ വാങ്ങൽ വിൽക്കൽ വിലകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ബിഡ് ആസ്ക് സ്പ്രെഡ്സ് കൂടുതലായിരിക്കുകയും ചെയ്യും. ഓഹരിയുടെ വോളറ്റിലിറ്റി പരിശോധിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഒരു ഓഹരിയുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അളവാണ് വോളറ്റിലിറ്റി. ഇൻട്രാഡേ ട്രേഡിംഗിനായി മിതമായതോ ഉയർന്നതോ ആയ വോളറ്റിലിറ്റിയുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. കുറഞ്ഞ വോളറ്റിലിറ്റിയുള്ള ഓഹരികളിൽ വില വ്യതിയാനങ്ങൾ കുറവായതിനാൽ ലാഭം നേടാൻ പ്രയാസമാണ്. അതേസമയം വോളറ്റിലിറ്റി കൂടിയ ഓഹരികൾ കൂടുതൽ റിസ്ക് ഉള്ളവയുമാണ്. മൂന്നാമതായി, വിപണിയിലെ ചലനങ്ങൾ പിന്തുടരുക എന്നത് നിർബന്ധമാക്കുക. വിപണിയിലെ ട്രെൻഡുകൾ നിരീക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. പൊതുവായ വിപണി ട്രെൻഡുകൾക്കൊപ്പം ചലിക്കുന്ന ഓഹരികൾ ട്രേഡർമാർ തിരഞ്ഞെടുക്കണം. വിപണി മുന്നേറുമ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന ഓഹരികളും വിപണി ഇടിയുമ്പോൾ വില കുറയുന്ന ഓഹരികളും ശ്രദ്ധിക്കണം. ഇൻട്രാഡേ ട്രേഡിംഗിന് ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് സെക്ടർ ട്രെൻഡുകൾ. പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്ന സെക്ടറുകളിൽ നിന്ന് വേണം ഓഹരികൾ തിരഞ്ഞെടുക്കാൻ. ഓഹരികളുടെ മൊമെന്റം പരിശോധിക്കുക എന്നതും ഒരു ഘടകമാണ്. ഒരു ഓഹരിയുടെ വില ഒരു പ്രത്യേക ദിശയിലേക്ക് എത്ര വേഗത്തിൽ നീങ്ങുന്നു എന്നതിന്റെ അളവാണ് മൊമെന്റം. വേഗത്തിലും സ്ഥിരമായി മുകളിലേക്കോ താഴേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓഹരികൾ വേണം ട്രേഡർമാർ തിരഞ്ഞെടുക്കാൻ. പ്രൈസ് ചാർട്ടുകൾ, മൂവിംഗ് ആവറേജുകൾ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്ററുകൾ എന്നിവ വിശകലനം ചെയ്യുന്നതിലൂടെ ഓഹരികളുടെ മൊമെന്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ടെക്നിക്കൽ അനാലിസിസ് നടത്തുക എന്ന് തന്നെയാണ് അടുത്ത മാർഗം. ഭാവിയിലെ വില വ്യതിയാനങ്ങൾ പ്രവചിക്കുന്നതിനായി കഴിഞ്ഞകാല വിലകളും വ്യാപാര അളവുകളും പഠിക്കുന്ന രീതിയാണിത്. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിനും ട്രെൻഡുകൾ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ, ചാർട്ട് പാറ്റേണുകൾ എന്നിവ തിരിച്ചറിയുന്നതിനും ട്രേഡർമാർ ഇത് ഉപയോഗിക്കണം. കൃത്യമായ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കണ്ടെത്താൻ സാങ്കേതിക വിശകലനം സഹായിക്കുന്നുണ്ട്. ഇൻഡെക്സുകളുമായുള്ള ബന്ധം വിലയിരുത്തുക എന്നതും നിർബന്ധമാണ്. നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ് പോലുള്ള പ്രധാന സൂചികകളെ കൃത്യമായി പിന്തുടരുന്ന ഓഹരികൾ തിരഞ്ഞെടുക്കുക. ഇത്തരം ഓഹരികൾ പൊതുവായ വിപണി ട്രെൻഡിന് അനുസരിച്ച് നീങ്ങുന്നതിനാൽ അവയുടെ വില വ്യതിയാനങ്ങൾ പ്രവചിക്കാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന്, ബാങ്കിംഗ് സെക്ടറിലെ മികച്ച പ്രകടനം കാരണം സെൻസെക്സ് ഉയരുകയാണെങ്കിൽ ലിക്വിഡിറ്റിയുള്ള ബാങ്കിംഗ് ഓഹരികൾ വ്യാപാരം നടത്തുന്നത് ലാഭകരമായ ഒരു തന്ത്രമായിരിക്കും. കാൽക്കുലേറ്റഡ് വോളറ്റിലിറ്റി അനുസരിച്ച് ഓഹരികൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇനി ചെയ്യാൻ സാധിക്കുക. ഇൻട്രാഡേ ട്രേഡിംഗിൽ വോളറ്റിലിറ്റിയുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം അവയുടെ വിലയിലുണ്ടാകുന്ന തുടർച്ചയായ മാറ്റങ്ങളാണ് ലാഭമുണ്ടാക്കാനുള്ള അവസരങ്ങൾ നൽകുന്നത്. എല്ലാത്തരം വോളറ്റിലിറ്റിയും ഗുണകരമാകണമെന്നില്ല. അപ്രതീക്ഷിതമായ വാർത്തകൾ മൂലമോ ബാഹ്യമായ കാരണങ്ങൾ മൂലമോ ഉണ്ടാകുന്ന അസ്ഥിരമായ വില വ്യതിയാനങ്ങൾ ഒഴിവാക്കുക. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പെന്നി സ്റ്റോക്കുകൾ ഒഴിവാക്കുക എന്നതാണ്. കുറഞ്ഞ വില കാരണം പെന്നി സ്റ്റോക്കുകൾ ആകർഷകമായി തോന്നാമെങ്കിലും ഇൻട്രാഡേ ട്രേഡിംഗിൽ അവ അതീവ അപകട സാധ്യതയുള്ളതാണ്. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ 3 ഘടകങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് നാരോ ടിക്ക് സ്പ്രെഡ് ആണ്. ഒരു ഓഹരി വാങ്ങുന്നയാൾ നൽകാൻ തയ്യാറുള്ള ഏറ്റവും ഉയർന്ന വിലയും വിൽക്കുന്നയാൾ സ്വീകരിക്കാൻ തയ്യാറുള്ള ഏറ്റവും കുറഞ്ഞ വിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ടിക്ക് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ടിക്ക് സ്പ്രെഡ് കുറവുള്ള ഓഹരികൾ ട്രേഡർമാർ തിരിച്ചറിയണം. ഈ വില വ്യത്യാസം എത്രത്തോളം കുറവാണോ അത്രത്തോളം ലാഭസാധ്യത ട്രേഡർമാർക്ക് കൂടുതലായിരിക്കും. സാധാരണയായി ഇൻട്രാഡേ ട്രേഡിംഗിന് അനുയോജ്യമായ ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റുകൾക്ക് ടിക്ക് സ്പ്രെഡ് കുറവായിരിക്കും. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളിലൊന്നാണ് ടെക്നിക്കൽ അനാലിസിസ്. ഒരു ഓഹരിയുടെ പെട്ടെന്നുള്ള വിലയുടെ ദിശ പ്രവചിക്കുന്നതിന് ഫ്ലാഗുകൾ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ട്രയാങ്കിൾസ്, ഡബിൾ ടോപ്സ് അല്ലെങ്കിൽ ബോട്ടംസ് തുടങ്ങിയ ചാർട്ട് പാറ്റേണുകൾ വിശകലനം ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നിക്ഷേപകരുടെ മനോഭാവം, നിലവിലെ മാർക്കറ്റ് ട്രെൻഡുകൾ, പ്രൈസ് ആക്ഷൻ, ട്രേഡിംഗ് വോളിയം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ചാർട്ടുകൾ രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ ഇവ വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന വ്യക്തമായ ചാർട്ട് പാറ്റേണുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഉദാഹരണത്തിന്, ഒരു ഓഹരിക്ക് ഉയർന്ന ട്രേഡിംഗ് വോളിയം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഓഹരിക്ക് ഉയർന്ന ലിക്വിഡിറ്റിയും കുറഞ്ഞ ടിക്ക് സ്പ്രെഡും ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് ചാർട്ട് പാറ്റേണുകൾ എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഓഹരിക്ക് ലിക്വിഡിറ്റി കുറവാണെന്നും അത് ഇൻട്രാഡേ ട്രേഡിംഗിന് അനുയോജ്യമല്ല എന്നും മനസ്സിലാക്കാം. സാധാരണയായി വാർത്തകൾ ഒരു പ്രത്യേക അസറ്റിന്റെ വിലയെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ ഈ സ്വാധീനത്തിന്റെ അളവ് ഓരോ ഓഹരികൾക്കും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു പുതിയ ഓർഡർ ലഭിച്ചു എന്ന വാർത്ത കുറഞ്ഞ വിലയുള്ള ഒരു ഓഹരിയുടെ വിലയിൽ വലിയ വിലവർധന ഉണ്ടാക്കിയേക്കാം. എന്നാൽ അതേ വാർത്ത ഉയർന്ന വിലയുള്ള ഒരു ഓഹരിയുടെ വിലയിൽ നേരിയ മാറ്റം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വാർത്തകളോടുള്ള ഈ പ്രതികരണ ശേഷിയെ ന്യൂസ് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. ഇൻട്രാഡേ ട്രേഡിംഗിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓഹരികളിൽ നിന്നുള്ള ലാഭത്തെ ഇത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓഹരി മുൻപ് വാർത്തകളോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു കമ്പനി 50% ലാഭം നേടുകയും ആ വാർത്ത വന്ന ദിവസം ഓഹരി വിലയിൽ 10% വർധന ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലെ സാമ്പത്തിക റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കണക്കാക്കാം. ഓഹരികളുടെ ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ ഇൻട്രാഡേ ട്രേഡർമാർ ഉപയോഗിക്കുന്ന പ്രധാന സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് കൂടി പരിശോധിക്കാം. ഒരു പ്രത്യേക ഓഹരി ഒരു ട്രേഡിംഗ് സെഷനിൽ ആകെ എത്ര എണ്ണം വാങ്ങുകയും വിൽക്കുകയും ചെയ്തു എന്ന് പരിശോധിക്കുന്ന ട്രേഡിംഗ് വോളിയമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് ലിക്വിഡിറ്റിയെയും മാർക്കറ്റ് ഡെപ്തും വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു. ഉയർന്ന ട്രേഡിംഗ് വോളിയം എന്നാൽ കൂടുതൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ട് എന്നാണ് അർത്ഥം. ഇത് ഓഹരികൾ വേഗത്തിൽ വാങ്ങാനും വിൽക്കാനും ട്രേഡർമാരെ സഹായിക്കുന്നു. ബിഡ് ആസ്ക് സ്പ്രെഡ് ആണ് അടുത്തത്. വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ബിഡ് ആസ്ക് സ്പ്രെഡ് അല്ലെങ്കിൽ ടിക്ക് സ്പ്രെഡ്. ട്രേഡർമാർ എപ്പോഴും കുറഞ്ഞ ടിക്ക് സ്പ്രെഡ് ആണ് ശ്രദ്ധിക്കാറുള്ളത്, കാരണം ഇത് ഉയർന്ന ലിക്വിഡിറ്റിയെ സൂചിപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് ബിഡ് ആസ്ക് സ്പ്രെഡ് കൂടുതലാണെങ്കിൽ ആ ഓഹരിക്ക് ലിക്വിഡിറ്റി കുറവാണെന്ന് മനസ്സിലാക്കാം. ഓർഡർ ബുക്കാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഒരു പ്രത്യേക ഓഹരിയുടെ എല്ലാ വാങ്ങൽ വിൽക്കൽ ഓർഡറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഓർഡർ ബുക്ക് നൽകുന്നുണ്ട്. ഓരോ ഓർഡറിനും അതിൻ്റെതായ വിലയും അളവും ഉണ്ടാകും. ഇത് വിശകലനം ചെയ്യുന്നതിലൂടെ ഓഹരിയുടെ ഡിമാൻഡ് കൂടുതലാണോ കുറവാണോ എന്ന് നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ഓർഡർ ബുക്ക് വലുതാണെങ്കിൽ ലിക്വിഡിറ്റിയും കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. ടൈം ആൻഡ് സെയിൽസ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഒരു ഓഹരിയുടെ ഓരോ ഇടപാടിന്റെയും വിലയും സമയവും വോളിയം ഈ ടൂൾ കാണിക്കുന്നു. ഇത് ഓഹരിയുടെ മൊത്തത്തിലുള്ള ഡിമാൻഡ്, സപ്ലൈ, ലിക്വിഡിറ്റി എന്നിവ വിശകലനം ചെയ്യാൻ ട്രേഡർമാരെ സഹായിക്കുന്നു. മാർക്കറ്റ് ഡെപ്ത് ആണ് അടുത്തത്. വിവിധ വിലകളിൽ നിലവിലുള്ള വാങ്ങൽ വിൽക്കൽ ഓർഡറുകളുടെ എണ്ണത്തെയാണ് മാർക്കറ്റ് ഡെപ്ത് സൂചിപ്പിക്കുന്നത്. വലിയ ഇടപാടുകൾ നടക്കുമ്പോൾ ഓഹരി വിലയെ കാര്യമായി ബാധിക്കാത്ത അവ ഉൾക്കൊള്ളാൻ വിപണിക്ക് കഴിയുമോ എന്നത് ഇത് കാണിക്കുന്നു. ഉയർന്ന മാർക്കറ്റ് ഡെപ്ത് എന്നാൽ ശക്തമായ ലിക്വിഡിറ്റി എന്നാണ് അർത്ഥം. ഡേ ട്രേഡർമാർ ഒരു ഓഹരിയുടെ കോറിലേഷൻ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റ് ഓഹരികളുമായോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുമായോ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഓഹരിയുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവാണ് കോറിലേഷൻ നൽകുന്നത്. ഇത് നിർണ്ണയിക്കാൻ ഇൻട്രാഡേ ട്രേഡർമാർ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. സ്കാറ്റർ പ്ലോട്ട്, കോറിലേഷൻ കോഫിഷ്യന്റ്, റോളിംഗ് കോഫിഷ്യന്റ്, റിഗ്രഷൻ അനാലിസിസ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അവസാനമായി, ലാഭത്തിലും നഷ്ടത്തിലുമുള്ള ട്രേഡുകളിൽ നിന്ന് എപ്പോൾ പുറത്തു കടക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കാം? അതാണ് ഏറ്റവും കൂടുതൽ ട്രേഡർമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ലാഭം ബുക്ക് ചെയ്യേണ്ട ലെവലുകളും സ്റ്റോപ്പ് ലോസുകളും നിശ്ചയിച്ചുകൊണ്ടാണ് ട്രേഡർമാർ എപ്പോൾ പുറത്ത് കടക്കണമെന്ന് തീരുമാനിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ്, വോളറ്റിലിറ്റി, റിസ്ക് റിവാർഡ് റേഷ്യോ എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുക. ഇൻട്രാഡേ ട്രേഡിംഗിനായി ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിന് ഓഹരി വിപണിയെക്കുറിച്ച് ശരിയായ അറിവും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ആവശ്യമാണ്. ട്രേഡിംഗ് സമയത്ത് തങ്ങളുടെ പൊസിഷനുകൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് ട്രേഡർമാർക്ക് കൃത്യമായ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. നിക്ഷേപകർ സ്വന്തമായി ഗവേഷണം നടത്തുകയും നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സാമ്പത്തിക ഉപദേശകരുമായി ആലോചിക്കുകയും വേണം. വിദഗ്ധമായ മാർഗനിർദ്ദേശങ്ങൾ തേടുന്നത് റിസ്ക് കുറയ്ക്കാനും വിപണിയിലെ സങ്കീർണതകൾ മനസ്സിലാക്കി മികച്ച തീരുമാനങ്ങൾ എടുക്കാനും നിക്ഷേപകരെ സഹായിക്കും.